പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് മന്ത്രി എം ബി രാജേഷിനെതിരെ വി കെ ശ്രീകണ്ഠന്റെ വിമർശനം. മന്ത്രി എലപ്പുള്ളി അഹല്യയിലെ മഴക്കുഴി സന്ദർശനത്തിനെതിരെ വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്ത് വന്നു. ഇന്ന് മദ്യ കമ്പനിയുടെ സിഇഒ ആയിട്ടാണോ മന്ത്രി എം ബി രാജേഷ് പെരുമാറുന്നതെന്ന് സംശയിക്കുന്നുവെന്നാണ് വി കെ ശ്രീകണ്ഠൻ 24നോട് പറഞ്ഞത്. വിഷയത്തിൽ മന്ത്രിയെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുന്നുവെന്നും 24ലൂടെ ഈ സംവാദത്തിന് താൻ തയ്യാറാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. എന്താണ് അതിൽ വിമർശന വിധേയമായിട്ടുള്ളത്? മന്ത്രി മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനും ക്ഷണിച്ചിരുന്നു. ആ സന്ദർശനത്തെ എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അദ്ദേഹം ക്ഷണിച്ചതറിയില്ല. ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം നടന്നപ്പോൾ എന്നെ ക്ഷണിച്ചാൽ ഞാൻ വരാമെന്ന്. എന്നെ ഇതുവരെ ക്ഷണിച്ചില്ല. ഞാനിവിടുത്തെ ഒരു ജനപ്രതിനിധി കൂടിയാണ്. ശരിക്കും എം ബി രാജേഷ് ഈ കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ ഒരു സിഇഒ പോലെ പ്രവർത്തിക്കുകയാണ്. അതായത് ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഒരു മന്ത്രി ഇത്രയും വാദമുഖങ്ങൾ നിരത്തുന്നത്, അതും ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി വാദമുഖങ്ങൾ നിരത്തുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായി എം ബി രാജേഷ് മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രാജേഷ് അന്ധനായ ഒരാൾ ആനയെ കണ്ടതുപോലെയാണ്. ഈ അഹല്യ ക്യാമ്പസിൽ പോയി അതിനെ വെച്ച് കാണിച്ച് ന്യായീകരിക്കുന്ന മന്ത്രിക്ക് നാണമുണ്ടോയെന്ന് എനിക്ക് ചോദിക്കാറുണ്ട്. എന്തറിയോ, ഈ എലപ്പുള്ളിയിൽ 104 ഏക്കർ സ്വന്തമായിട്ടുള്ള മലബാർ ഡിസ്റ്റിലറീസിൽ അവിടെയാണ് മഴവെള്ള സംഭരണി ആരംഭിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലാക്കാം. കാരണം അത് വ്യവസായ ഭൂമിയാണ്. അപ്പോൾ മലബാർ ഡിസ്റ്റിലറീസിൽ ഒരു തുള്ളി വെള്ളം പോലും സംഭരിക്കാൻ കഴിയാതെ സ്വന്തം സർക്കാരിൻ്റെ കീഴിലുള്ള ആ സ്ഥലം നോക്കുകുത്തിയാക്കി കാട് പിടിച്ച് കിടക്കുമ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒയാസിസ് കമ്പനിയുടെ സിഇഒ ആയിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. അല്ലെങ്കിൽ താങ്കൾ ഒരു സംവാദത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ടോ? 100% എം ബി രാജേഷിന് വെല്ലുവിളിക്കുകയാണ്. എലപ്പുള്ളി പഞ്ചായത്തിലെ 500-ലധികം വരുന്ന കുഴൽക്കിണറല്ലാതെ അവിടെ ഒരു ജലവിതരണ പദ്ധതിയില്ല, ശുദ്ധജല വിതരണ പദ്ധതിയില്ല. അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ എം ബി രാജേഷിന് കഴിഞ്ഞിട്ടുണ്ടോ? എം ബി രാജേഷിന് വെല്ലുവിളിക്കുകയാണ്. ഏതർത്ഥത്തിലുള്ള പരസ്യ വിവാദത്തിനും ഞാൻ തയ്യാറാണ് രാജേഷുമായിട്ട്. നമുക്ക് 24ലൂടെ തന്നെ ഒരു ചർച്ച വെച്ചാൽ താങ്കൾ പങ്കെടുക്കും? 100% പങ്കെടുക്കും. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. എന്നാൽ വി കെ ശ്രീകണ്ഠൻ എം പി ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. എം ബി രാജേഷിനെ പരസ്യ സംവാദത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. മന്ത്രി എം ബി രാജേഷിനും ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ന്യായീകരണങ്ങളുണ്ടാകും. അതുകൊണ്ട് എം ബി രാജേഷ് മിനിസ്റ്റർ റെഡിയാണെങ്കിൽ 24 തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പരസ്യ സംവാദം സംപ്രേഷണം ചെയ്യാൻ തയ്യാറാണ്. ഇതിൽ പങ്കെടുക്കണോ എന്ന കാര്യം തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെയും മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. അവർക്ക് പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ 24 പ്ലാറ്റ്ഫോം റെഡി.